എന്താ ഒന്നാമത്തെ ഇനം? അനുവദനീയമായ ഇനം. എന്തുകൊണ്ട് ടി.പി. പറഞ്ഞുവെന്നല്ലേ? എന്തുകൊണ്ട് വിചിന്തനത്തിൽ എഴുതിയെന്നല്ലേ? NV സാലിമും അബ്ദുൽ ജബ്ബാർ മദീനിയും തയ്യാറാക്കിയ പ്രബന്ധത്തിൽ സിയാനത്തിൽ ഇൻസാൻ ഉദ്ധരിച്ചുകൊണ്ട് തെളിവ് പറയുന്നു, അനുവദനീയമാണ് ജിന്നിനോടുള്ള സഹായം തേടൽ. ജബ്ബാർ മൗലവിയുടെ ലേഖനത്തെ യാ ഇബാദല്ലാഹുമായി കൂട്ടിക്കെട്ടി അതിനെ ന്യായീകരിച്ചുകൊണ്ട് NV സാലിമും സംഘവും പറഞ്ഞത് ഇതാണ്. അതുകൊണ്ടാണ് മുജാഹിദുകൾ പറഞ്ഞത് ഇത് അനുവദനീയമാണ് എന്നാണ് ഈ ആളുകളുടെ വാദമെന്ന്. അസ്സലാമു അലൈക്കും. ഹനീഫ, ഇത് NV സാലിമാണ്. ഈ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇറക്കിയത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. പിന്നെ എന്നാ ഇറക്കിയോന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ അടുത്ത് കേട്ട്. അതായത് ആ പ്രബന്ധത്തെ സംബന്ധിച്ച് പ്രബന്ധത്തിൽ രണ്ടഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ സ്ഥിരപ്പെടുത്തിയത് ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ എല്ലാം ശിർക്കാണ് എന്നാണ് എന്ന് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ, ഈ പ്രബന്ധത്തിൽ ഇത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ 2ാമത്തെ പേജിൽ അതിൻ്റെ ഖുലാസ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയൂടെ എനിക്ക്. അതിൻ്റെ തീം തന്നെ ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ, സൃഷ്ടികളോട് ചോദിക്കുന്ന പോലുള്ള സഹായം ചോദിക്കൽ അത് ശിർക്കാണ് എന്ന് പറഞ്ഞ പൂർവികരായ ഒരു പണ്ഡിതനെയും നമുക്ക് കാണാൻ സാധ്യമല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് ഹറാമാണ്, ശിർക്കല്ലാത്ത ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് ഇതില് അനുവദനീയം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ഒരു ഉദാഹരണത്തിന് ഉദ്ധരണി കൊടുത്തതാണ് അതില് അവിടെ വായിച്ചത്. അതിവിടെ ഞങ്ങൾക്ക് അനുവദനീയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ധരണിയല്ല. 2ാമത്തെ പേജിൽ അത് ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. അത് ഹറാമാണ് എന്നുള്ള നമ്മളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും അതിൽ കാണാൻ സാധിക്കും. എന്നാൽ ശിർക്കാണ് എന്ന് പറഞ്ഞ പൂർവികരായ ഒരൊറ്റ പണ്ഡിതനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല, ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് അതിൽ ആ പ്രബന്ധത്തിന്റെ ചുരുക്കം. അതുകൊണ്ട് ഒന്നുകിൽ ആ പ്രബന്ധം വായിച്ചാളാ മുഴുവൻ, അറ്റ്ലീസ്റ്റ് 2ാമത്തെ പേജെങ്കിലും ഒന്ന് വായിച്ചാളാ, എന്നിട്ട് ഈ പറഞ്ഞത് ശരിയല്ല എന്നൊന്ന് പറഞ്ഞാളെ ജനങ്ങളോട്. ഇല്ലെങ്കിൽ ഇത് മഹ്ശറിക്ക് ബാക്കി കിടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ്.